അടുത്തൊന്നുമില്ല. അല്ല ചീന നടന്നു. കൊഞ്ചനെ കൊഞ്ചനെ അധികം കൊഞ്ചു വരല്ലേ. എനിക്ക് എന്തിന്റെ കുറവാണ്? നിങ്ങൾക്ക് അല്ല കുറവ്, എനിക്കാ കുറവ്. നിങ്ങളെക്കാൾ 20 വയസ്സ് എനിക്ക് കുറവ്. നിങ്ങളുടെ സംശയം കൊണ്ട് എനിക്ക് പറ്റത്തില്ല. എന്റെ പൊന്നെ, സംശയം കൊണ്ടല്ല, നിന്നോടുള്ള കെയറിംഗ് അല്ലേ, സ്നേഹം കൊണ്ടാ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ഇത്രയും വീടോട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അവരെല്ലാം എപ്പം നോക്കലും ഇങ്ങോട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, ആരെങ്കിലും പുതിയതായിട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് നോക്കും. അതിന് ഞാനെന്ത് ചെയ്യാനാ? നീ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇത് സംശയം കൊണ്ട് ചോദിക്കണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കോഴിക്കൂടിന് അടിയുന്നു കുറച്ച് വെളിക്കുട്ടി ആദ്യം എന്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി കോഴിക്കോട് കഥയാണ് വരുന്നത്. ഈ കോഴിക്കോട്ട് അടി പിടിക്കുന്ന പമ്മി പമ്മി വരാൻ നിന്റെ അച്ഛനെ കൂടി മൂളനാണ്. എന്റെ അച്ഛനെ പറയുന്ന സ്വഭാവം മാറേ. നിങ്ങൾ എപ്പോ നോക്കി എന്റെ അച്ഛനെ പറയുന്നത് എന്തിനാ? എന്റെ പൊന്നെ, നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. നീ എന്തെങ്കിലും വായിക്ക് രുചിയാക്കി കഴിക്കുണ്ടാക്കി. എനിക്ക് സൗകര്യമില്ല. ഞാൻ വല്ലാത്ത പോയി കിടക്കാൻ പോവാ. കിടക്കാൻ പോവാണ്. ചേച്ചിയാ, എന്തൊരു വെള്ളമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റത്തില്ല. ചേച്ചിയുടെ ഇവിടെ അപ്പുറത്ത് എന്താ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം, ഇവിടെ കിടന്ന് ഉറങ്ങണം എന്തിനാ? അതല്ല, നിങ്ങളുടെ ബഹളക്കാരനെ ഭരണസൗകര്യം. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച ഈ നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് എന്തെങ്കിലും ഒരു വില കിട്ടുവാടാ? സത്യമാ ചേച്ചി, എനിക്ക് വിലയെന്ന് പറയുന്നത് എന്റെ ചേച്ചി. ഈ കല്യാണൊക്കെ സംഭവം നടന്ന ചേച്ചിക്ക് അറിയാനും എന്ത് ഇവിടെ ചന്തയെ കൊണ്ട് മാങ്ങയും മേടിച്ചോണ്ട് വന്ന ഒരു ഓട്ടോയ്ക്കകത്ത് വെച്ചങ്ങ് മറന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫേസ്ബുക്ക് കൊണ്ട് എടുത്തിട്ട് ഒറ്റ ലൈവ് 2 കിലോ മാങ്ങ നഷ്ടപ്പെട്ടു, കണ്ടിരിക്കുന്ന ഒരു പൊട്ട് തരണേ പറഞ്ഞു തീർന്നില്ല. എവിടുന്നൊക്കെയാണെന്നറിയില്ല, കുറെ അമ്മമാര് മാങ്ങയൊക്കെ വന്നാൽ കയറി. ഈ വീട്ടിനകത്ത് ആർക്കും മാങ്ങയും പോകാനോ ചേച്ചിക്ക് അറിയാം. എടാ, അതൊക്കെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാ. ചേച്ചി, എനിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് 2000 പേരാണ്. എന്റെ അനിയന് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. എന്നിട്ട് പറഞ്ഞ് ഇച്ചിരി ചോര വേണം. ഇത് കണ്ടിട്ട് വേറെ മറുപടി കൊടുക്കുക. ചോര ചോദിക്കാൻ നിന്റെ അനിയൻ എത്ര ട്രാക്കുളയാണോ? നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ പിടിക്കില്ല ചേച്ചി, ചിലപ്പോ പെട്ടെന്ന് ഞാൻ പറയും. നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നോ? ചേച്ചി, ഞാൻ അനിയത്തിന്റെ കല്യാണത്തിന് 12 മണിയായി വന്നപ്പോ അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല. എടാ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയുന്നുണ്ടോ? ഇങ്ങനെ പെണ്ണുമ്പിളൊക്കെ നോത്തക്കിട്ട് നോക്കി ഇരുന്നോ? അതുകൊണ്ടാ ഒന്നും അറിയാത്തത്. ചേച്ചി, അവളൊരു പാവം. പിന്നെ പാവം നീയേ അവക്കിട്ട് നോക്കി ഇരിക്കുന്ന ഈ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ, അപ്പോഴേ ഓരോന്ന് കാണത്തുള്ളൂ. എന്തോ ഉദ്ദേശിക്കുന്ന നീ വാ, കാണിച്ചു തരാം. ഇങ്ങോട്ടൊന്ന് നോക്കടാ. സുരേന്ദ്ര, ഇത് ആരുടെ ചെരുപ്പ്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് ആരുടെ ചെരുപ്പെന്ന്. പിന്നെ പട്ടിക്ക് ചെരുപ്പ് കടയിലല്ലേ ജോലി, ജോലിയായിട്ട് കടിച്ചോണ്ട് തരാനായിട്ട്. എന്റെ കാലത്ത് ഇങ്ങനത്തെ ചെരുപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചെരുപ്പിന്റെ ഉടമ ആരാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോന്ന് വന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇല്ലാത്ത രേഖ ഉണ്ടാക്കുന്നത്, അറിയോ? എടാ, പറയുന്നതിനാണോ കുഴപ്പം? നീ ഇങ്ങനെ ഒരു മണമണാജനായിപ്പോയല്ലോ. സുരേന്ദ്ര, നീ നോക്കിക്കോ. ഇപ്പൊ അവിടുന്ന് ചെരുപ്പ് കിട്ടി, നാളെ ഇവിടുന്ന് ഷർട്ട് കിട്ടി, മറ്റന്നാൾ അകത്തുനിന്ന് ആളെ കിട്ടി. സുരേന്ദ്ര, ഞാൻ പറയാനുള്ള പറഞ്ഞു, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നീ എന്നാന്ന് വെച്ചാ ചെയ്യും, ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്തൊരാശ്വാസം. ചേച്ചി പറഞ്ഞതിനകത്ത് കാര്യമുള്ളൂ. കാരണം എന്നെക്കാരും 20 വയസ്സിന് എളുപ്പമാണ് അവള്. മനസ്സൊന്ന് ചഞ്ചലിക്കില്ലേ? ചഞ്ചലിക്കും. നിന്നെ ഞാൻ കൈയോടെ പോയി ചോദിക്കുന്നതിന് കറക്റ്റ് ആൻസർ പറയണം. എന്താണ് കാര്യം? ആരുടെ ഇവിടെ ഇന്നലെ വന്നിട്ട് പോയത്? ഇന്നലെ ഇവിടെ ആരാണ് വന്നിട്ട് പോയത്? ഈ ചെരുപ്പ് ആരുടെ അടി? സത്യം പറഞ്ഞോ, ഇന്നലെ ഇവിടെ ആരാ വന്നിട്ട് പോയത്? ഇനി എനിക്ക് ഉറക്കമില്ല, ഇനി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. എന്റെ ക്യാമറ കടകൾ ഈ പരിസരം മൊത്തം വിജയിപ്പിക്കും. ചിലപ്പോ ഇനി എടുത്തു കിട്ടി, ഇനി അവിടെ അവശത്തന്നെ പറഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇവരെ ഞാൻ കൈയോടെ പൊക്ക് നോക്കോ. ഇനി കാണുമ്പോൾ യുദ്ധം.
എന്റെ പൊന്നേച്ചി മഴ ഇടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേവലം കാണാൻ കിട്ടുമോ? ഇവിടെ കേബിൾ ഇല്ലാത്തോണ്ട് ടി വി കാണാൻ പറ്റുന്നില്ലടാ. വിളിച്ചാ പോലും നീ ഫോൺ എടുക്കാത്ത കഷ്ടാട്ടാ. എന്റെ പൊന്നേച്ചി ഭയങ്കര തിരക്കാ. അതൊക്കെ ചേച്ചി കുടിക്കാച്ചി വെള്ളം എടുത്താണ്. കുടിക്കാൻ വെള്ളം എടുത്തു. ചേച്ചി വിളിച്ചിട്ട് വന്നത്. ചേച്ചി വിളിച്ചിട്ട് വന്നു. ചേച്ചി നിന്നെ എപ്പോഴും വിളിക്കോടാ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. കാണാൻ പറ്റുന്നില്ല ഒന്ന് വാ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോടാ? വേറെ കാര്യം ഉണ്ടെന്നാ വന്നാലും നഷ്ടമില്ല. കാര്യം കഴിഞ്ഞ് പോകുമ്പോ പൈസ ആയിരുന്നു കഴിയാറച്ച് ഒരു കാര്യത്തിലുണ്ട് ചേച്ചിക്ക്. അല്ലേ ചേച്ചി? അപ്പൊ എന്റെ അലമാരി ഇരിക്കുന്ന കാശ് പോത്ത ഇവന്റെ അണ്ണാക്കിലോട്ടാ പോകുന്നത്. ഒന്നുമില്ല. എന്റെ പൊന്നണ ടി വി കാണുന്നില്ലാന്ന് ചേച്ചി പറഞ്ഞു. നോക്കിട്ട് പോ ആശയം പറഞ്ഞിട്ട് സംഭവല്ലേ അവിടെ ഞാൻ ഈ ടി വി നോക്കട്ടെ. എന്താണ് കംപ്ലൈന്റ്? ഇവന്റെ ചെരുപ്പം ആണെങ്കിലും ചെരുപ്പം ടി വി നോക്കണ്ടാ. ഒരു മര്യാദ ഉണ്ടോ? ഒരു വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആരും ചെരുപ്പിട്ടുണ്ടാവത്തുള്ളൂ. ചെരുപ്പ് ഒരു വഴി ഇട്ടിട്ട് വേണ്ടേ പോയി. ഞാൻ ഇവിടെ വരുമ്പോ സ്ഥിരം ഞാൻ ചെരുപ്പിട്ടോണ്ടാണല്ലോ അത് കയറുന്നത്. ആ ഇവിടുത്തെ ലിസ്റ്റൊക്കെ മാറി. പരിഷ്കാരി നടക്കുന്ന ചെരുപ്പ് ഞാൻ കാണാൻ നിങ്ങളെ വീട് എത്തിയാവണ്ട. അങ്ങനെ കറക്റ്റ് അറിയാതെ ഇവന്റെ തലമൊക്കെ അടിച്ചാൽ പൊട്ടിക്ക് ഇവനാണെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം. ഭാര്യക്ക് തലയ്ക്കുന്ന അസുഖമാണ്. അല്ല കേബിളിന്റെ പൈസ തരണം. ടി വി ആണെന്നത് പറഞ്ഞു മനുഷ്യൻ പിന്നെ അല്ല നോക്കി കറക്റ്റല്ലടാ. കറക്റ്റല്ലേ ചെരുപ്പല്ലേ? മുപ്പത് ചെരുപ്പാണോ? ചെരുപ്പല്ലേ? എനിക്ക് മനസ്സിലാവുന്നത് എന്റെ ഒരു പല്ല നിലാണ്ട് നോക്കിയാണ് അത് കണ്ട എന്റെ ഒരു പല്ലടാ വലുത്. കാല് കുത്തി കെട്ടി വെക്ക്. ആര് കുത്തി കഴിച്ച പല്ല് കാണാൻ അപ്പൊ നിന്റെ അല്ലടാ. എന്റെ അല്ല നിന്റെ അല്ല. എന്റെ അപ്പൊ നീ അല്ല. ഞാനല്ലേ അല്ല നിന്റെ അല്ലെന്ന്. എന്റെ പോലെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പട്ടി കഴിച്ചോന്ന് വിചാരിച്ചു ഞാൻ അയ്യത്തൊക്കെ എടുത്തത്. എന്ത് കഷ്ടമെന്ന് പറയണ. എനിക്കൊരു സമാധാനം. എന്റെ കാര്യം പ്രായം കുറച്ച് പെട്ടെന്ന് കെട്ടുകയും ചെയ്തു. ഞാൻ ചെരുപ്പാണോ ആരാധന ചെയ്ത് അങ്ങനെ ഞാൻ പൊക്കെ പതിനെ കിട്ടാൻ തിരക്കുന്നു. സാധാരണ വൈകുന്നേരത്താണ് ക്ലാസ്. ഈ രാവിലെ തന്നെ എങ്ങനെ വന്ന് സാധനം ജയിക്കാൻ വേണ്ടി ദൈവോട്ട് നിർത്തിയതാ. നന്നായി. എന്റെ ശുദ്ധസംഗീതം കുറച്ച് ആസ്വദിക്കാമല്ലോ. നീ നാരുടെ പാട്ട കാര്യമൊക്കെ അത് പറയരുത്. ഞാൻ പാറക്കല്ലിൽ നിന്നും ഒരു സംഗീതം കേൾപ്പിക്കുന്ന ആളാണ്. പാറക്കല്ലിൽ നിന്നും എന്നാ എന്റെ ഈ അരിമ്പറക്കകത്ത് ഒരു ഫ്യൂഷൻ കേൾപ്പിച്ചേ. അതല്ല എന്റെ അച്ഛൻ. അച്ഛനൊക്കെ ഉണ്ട്. പിന്നെ എന്നെ പുറത്തേക്ക് വലിച്ചിട്ടതാണ്. എന്നിട്ട് മഹാനായ ഒരു സംഗീതജ്ഞനായിരുന്നു. ഒരിക്കൽ ദുബായിൽ നിന്ന് ഒരു സംഘ ആൾക്കാർ വന്ന് പറഞ്ഞു അച്ഛന് ഒരു പാട്ടിന് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ദുബായിലേക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് അച്ഛൻ ആദ്യത്തെ പാട്ട് പാടിയപ്പോ തന്നെ അവർ അച്ഛന്റെ മണ്ട അടിച്ചു കീറി. അച്ഛന്റെ പേരെന്തുവായിരുന്നു? രാമചന്ദ്രൻ പയ്യപ്പാടി. ഞാൻ വയ്യപ്പാടിയെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു. ഒരു പാട്ട് ഒരിടത്ത് വെച്ച് നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ തെറ്റാ. അതെ അത് അടി കിട്ടിയപ്പോഴാണ് അച്ഛൻ മനസ്സിലായത്. പിന്നെ കുട്ടി വിളിച്ചാൽ സാധകം അങ്ങോട്ട് തുടങ്ങാം. വിളിക്കണം അല്ലേ? കണ്ടോളാം വയ്യ. വിളിക്കട്ടെ. ഈ കിളവന്റെ ചെരുപ്പം കാണുവാണെങ്കിലാ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കിളവന്മാരെക്കാളും ഞാനിപ്പോ കൂടുതൽ ദേവന്റെ ആന്ന് തലമണ്ട അടിച്ചാൽ പൊട്ടിക്കുക. അപ്പോ തുടങ്ങാം മാഷേ. എനിക്ക് ചെറിയ തൊണ്ടവേനുണ്ട് മാഷേ. ഭാവം
ഒന്നും തീരെ ഇല്ല. അതാ പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ഇന്ന് ക്ലാസ് വേണ്ട, നാളെ ആവട്ടെ. അതാ നല്ലത്. അതാ പറ്റി കൈയോടെ പോക്കാല്ലേ. എയർപോർട്ട് നാളെ വരാം. ഓക്കെ അത് കറക്റ്റല്ലേ? എന്തോന്ന്? ഓ നമ്മുടെ ചെരുപ്പേ കത്തിയിരിപ്പല്ലേ? അയ്യോ! ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ മറന്നിട്ടിട്ട് പോയ ചെരുപ്പ്. പിടിച്ച്. അപ്പൊ ഇത് നിങ്ങൾ കൊണ്ടുവന്ന ഇട്ട ചെരുപ്പാണല്ലേ? അതെ. അപ്പൊ നിങ്ങളുടെ ചെരുപ്പല്ലേ? എന്റെ ചെരുപ്പല്ല. ഇത് നിങ്ങൾ കൊണ്ടുവിടെ ഇട്ട ചെരുപ്പാണോ? അതെ. അപ്പൊ നിങ്ങളുടെ ചെരുപ്പല്ലേ? അല്ല. ഇത് നിങ്ങൾ കൊണ്ടിട്ട ചെരുപ്പാണോ? അതെ. അപ്പൊ ഇത് നിങ്ങളുടെ ചെരുപ്പല്ലേ? അല്ല. എന്റെ ദൈവമേ. പ്രിയദർശൻ സിനിമ കൂട്ടി എന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നത് ഇവിടെ തന്നെ ചെരുപ്പല്ലേ ഇത്? ഭയങ്കര ബഹളം. എന്തൊരു ബഹളം! നിങ്ങളെ ബഹളം കാണാൻ കോൺസെൻട്രേഷൻ ഇല്ല. ഞാൻ തേങ്ങ വെട്ടാണ്ട് ഞാൻ കരിക്ക് വെട്ടിയിരുന്നു. പ്രശ്നം കൊപ്രതിന്റെ പ്രായത്തിൽ മുതുകണ്ട കരിക്കാൻ വേണ്ടി വന്നേക്കും. എന്റെ ഭാര്യയുടെ കളക്കാമുടിയെ കൈയോടെ നോക്കിടാ ആള് കൊള്ളാല് അന്ന ഒന്ന് തെളിച്ച് പറയണേ. അതായത് ഇന്നലെ ഇവ ഇവിടെ വന്നിട്ട് പോയപ്പോ ഇവന്റെ ചെരുപ്പ് ഇവിടെ കൊണ്ടിട്ടു. ഞാൻ അവന്റെ അടുത്ത് നോക്കിയിട്ട് നിന്റെ ചെരുപ്പാണെന്ന് ചോദിച്ചു. അപ്പം പറയാ അല്ലാതെ പക്ഷെ അവൻ കൊണ്ടിട്ട ചെരുപ്പാണ്. അത് തമ്മേ ചെരുപ്പോളെ ചെരുപ്പോളെ ആരൊക്കെ അന്ന ഒരു ടിസ്റ്റ് ഉണ്ട്. ഇയാളെ ചെരുപ്പല്ല, പിന്നെ ഇത് എന്റെ ചെരുപ്പാണ്. അപ്പൊ നീയാണല്ലോ എന്റെ ഭാര്യയുടെ കളക്കാമ്പോ. നിന്റെ ടിസ്റ്റല്ലടാ, എന്റെ ടിസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഈ അടുത്ത അമ്പലത്തില് നീ എന്റെ കച്ചേരി കേൾക്കാൻ വന്നായിരുന്നോ? ഇപ്പോഴത്തെ അമ്പലത്തിൽ ഞാൻ കച്ചേരിയൊക്കെ വന്നു പോയി. അവിടെ ഞാൻ ആദ്യ പാട്ട് പാടി തീരും മുമ്പേ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു കോടി ചെരുപ്പ് വന്ന് എന്റെ മുഖത്ത് ഇങ്ങനെ അങ്ങ് അടിച്ചു. സിംഗിൾ ചെരുപ്പാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ. ഇത് ടൈമിങ്ങിൽ ഒരു കോടി ചെരുപ്പ്. അന്ന് തൊട്ട് ഈ ചെരുപ്പ് എടുത്തോണ്ട് ഞാൻ നടക്കാം, ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാം. ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. നിന്നെ ഞാൻ വിടൂല. ഞാൻ കാണിച്ചോട്ടെ. നിങ്ങളത് പാട്ട് പാടിയാണ്. ഞാൻ വിചാരിച്ച മാറ്റിപ്പറ കാര്യം പറയണം. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. നീ ഞങ്ങളുടെ പ്രശ്നം ആരംഭിക്കുന്നു. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങളെ പോലെ ഒരു സംശയം എവിടെ കൂടെ ഇനി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ പോവാം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കുന്നില്ല. നോക്കിക്കോ, ആ വീട്ടിൽ ഇരിക്കുന്നത് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പോവാം. ചേച്ചിനോട് പോകാൻ വേണ്ടിക്കെടുത്തോളൂ. എന്നോട് കൊച്ചേ ഒന്നും പറയണ്ടടി. ഞാൻ കാണാൻ പറ്റാത്ത കാഴ്ചയെല്ലാം കണ്ടടി. എന്റെ ജീവിതം പോയടി. എന്താ ചേച്ചി, എന്താ കാര്യം എന്താ? എടി, ഞങ്ങളുടെ കാറിനകത്ത് എന്റേതല്ലാത്ത ഒരു ജോഡി ലേഡീസ് ചെരുപ്പ് കിട്ടിയടി. എന്റെ വിദ്യാ കളിച്ചു പോയേ. ചേച്ചി, സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ തിരക്കാണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തെ കാര്യങ്ങൾ തിരക്കി നടന്നാലേ ഇങ്ങനെ ഇരിക്കും. കേട്ടിട്ടില്ലേ? കൊടുത്താ കൊല്ലത്തും കിട്ടും.